യഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അള്ളാഹുവിന്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നീ അവനെ സൂക്ഷിക്ക്, എങ്കിൽ യഹ്ഫദുക, അള്ളാഹ് നിന്നെയും സൂക്ഷിക്കും. അള്ളാഹുവിന്റെ കാവൽ നിനക്കുണ്ടാകും. നിനക്ക് തഅറഫ് ഇലല്ലാഹി ഫിർറഖാഇ യഅരിഫ്ക ഫിശ്ശിദ്ദ, നീ നിന്റെ റബ്ബിനെ കൂടുതൽ അറിയണം, അവനിലേക്ക് നീ കൂടുതൽ അടുക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, നല്ല നല്ല കാര്യങ്ങൾ നീ കൂടുതൽ പ്രവർത്തിക്കണം. എപ്പോൾ? നിനക്ക് വിഷമമുണ്ടാകുമ്പോൾ മാത്രമായിരിക്കരുത്, നീ കുടുങ്ങുമ്പോൾ മാത്രമായിരിക്കരുത്, നിനക്ക് രോഗം വരുമ്പോൾ മാത്രമായിരിക്കരുത്, നിനക്ക് ദാരിദ്ര്യം വരുമ്പോൾ മാത്രമായിരിക്കരുത്, നിനക്ക് മാനസികമായി ടെൻഷൻ വരുമ്പോൾ മാത്രമായിരിക്കരുത്. നല്ല സന്തോഷം തോന്നുന്ന അവസരത്തിൽ നീ കൂടുതൽ റബ്ബിനോട് അടുക്കൽ പതിവാക്കണം. എന്നാലോ ശിദ്ദത്തിന്റെ ഘട്ടത്തിൽ അള്ളാഹ് നിന്നെ ശരിക്കാണ് കണ്ടറിയും. നീ പ്രയാസപ്പെടുമ്പോൾ റബ്ബിന്റെ കാവൽ നിനക്കുണ്ടാകും. നമ്മളെപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള ഒരു ചരിത്രം ഇപ്പോഴും സാന്ദർഭികമായി ഓർമ്മിപ്പിക്കട്ടെ. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ അങ്ങ് അകപ്പെട്ടു പോയി. ചരിത്രം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. മത്സ്യം വിഴുങ്ങി സമുദ്രാന്തർഭാഗത്തേക്ക് വിഴുങ്ങിയ യൂനുസ് നബിയെയും കൊണ്ട് മത്സ്യാണ്ട് ഊളിയിട്ട് പോയി. സമുദ്രത്തിന്റെ അന്തർഭാഗത്തുള്ള കൂരിരുട്ട്, രാത്രിയുടെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ട്, ആ വ്യത്യസ്തങ്ങളായ ഇരുട്ടിനു മീതെ ഇരുട്ടുകൾക്കകത്ത് വെച്ച് വനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ ഇരുട്ട് അറകളിൽ വെച്ചുകൊണ്ട് യൂനുസ് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഒരാരാധ്യനില്ല അല്ലാഹുവേ, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്, ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ നിന്നോട് അരുതാത്തത് പ്രവർത്തിച്ച അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു, കാവല് തരണേ. ഉടനെ അല്ലാഹ് ഉത്തരം കൊടുത്തു എന്നാണ്. ആ ഉത്തരം കൊടുത്തതിനെ പറ്റി ഖുർആൻ പറയുന്നത് എന്താ? ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. യൂനുസ് നല്ല സന്ദർഭത്തിൽ നമ്മെ ധാരാളമായി വാഴ്ത്തുന്ന ആളല്ലായിരുന്നുവെങ്കിൽ ആ മത്സ്യത്തിന്റെ വയറ്റിൽ പുനരുത്ഥാന നാൾ വരെ യൂനുസ് താമസിക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ കൊടുക്കാതെ ആ മത്സ്യം പുറത്തേക്ക് ഫൽതഖമഹുൽ ഹൂതു, ആ ഭീമാകാരനായ മത്സ്യം പ്രവാചകനെ കരയിലേക്ക് തുപ്പി എന്ന് പറയുന്നുണ്ടല്ലോ. ഒന്നും പറ്റിയില്ലല്ലോ, കാര്യമായൊന്നും. എല്ലുകൾ ഒടിഞ്ഞില്ല, നുറുങ്ങിയില്ല, ശ്വാസം മുട്ടി മരണപ്പെട്ടില്ല, ഒന്നും ഉണ്ടായില്ല. സമുദ്രാന്തർഭാഗത്ത് മത്സ്യത്തിന്റെ വയറ് ഒരു കൃത്യമായ ഒരാശ്വാസത്തിന്റെ കേന്ദ്രമാകുമാറ് ആണ് പരിവർത്തിപ്പിച്ചത് അള്ളാഹുവാണ്. ആ അത്ഭുതം അവിടെ ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയോ? കുടുങ്ങിയപ്പോ മാത്രം അള്ളാനെ വിളിക്കുന്ന പ്രകൃതക്കാരനായിരുന്നില്ല യൂനുസ് നബി അലൈഹിസ്സലാം. നല്ല സന്തോഷവും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അടിച്ച് പൊളിച്ചങ്ങനെ ജീവിക്കുക, എന്നിട്ട് വല്ല അസുഖമോ കടമോ ഒക്കെ വന്നാ അല്ലാ എന്നിങ്ങനെ പറയുന്ന പ്രകൃതക്കാരനായിരുന്നില്ല. അങ്ങനെയല്ലേ നമ്മുടെ പലരുടെയും പ്രകൃതം? ബുദ്ധിമുട്ടും ഞെരുക്കമുണ്ടാകുമ്പോൾ എന്താ സങ്കടം പറിച്ചില്ല, അള്ളഹാനോട് ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നു, എനിക്ക് ഉത്തരം കിട്ടണില്ല എന്നൊക്കെ പരാതിയും പറയും. പക്ഷെ അള്ളാഹ് പറഞ്ഞതൊക്കെ നമ്മൾ നല്ല കാലത്ത് കേൾക്കാറുണ്ടോ? സന്തോഷമുള്ള കാലത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കല്ലേ? വല്ലാത്ത നെകളിപ്പല്ലേ കാണിക്കുന്നത്? എല്ലാ ധിക്കാരവുമല്ലേ പ്രവർത്തിക്കുന്നത്? എന്നിട്ട് പ്രയാസം വരുമ്പോൾ മാത്രം അല്ലാ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഫലമുണ്ടാകൂല എന്നാണ്.